അങ്ങനെ 2025 പെർഫെക്റ്റ് സ്റ്റാർട്ട് കൊടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂടി കളി വിജയിച്ചിട്ടുണ്ട്. ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ 2 കളികൾ കളിച്ചു, 2 അങ്ങ് ജയിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം മികച്ച പ്രകടനം തന്നെ ഒഡീഷയ്ക്കെതിരെ കാഴ്ചവെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയിരിക്കുകയാണ് കൊച്ചിയിൽ. ഗ്രൗണ്ടൊക്കെ നമ്മൾ കണ്ടു, ഭയങ്കര പരിതാപകരമായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയിട്ടുണ്ട്. കളിയുടെ ആദ്യ മിനിറ്റിൽ ജെറിയിലൂടെ ഒഡീഷയാണ് ലീഡെടുത്തത്. പിന്നെ നിരന്തരം അറ്റാക്ക് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചെങ്കിലും ഗോളിലോട്ടൊന്നും എത്താനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. പിന്നെ പെപ്ര ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒടുവിൽ സെക്കൻഡ് ഹാഫിൽ 60-ാം മിനിറ്റിൽ പെപ്ര ഗോൾ നേടുകയായിരുന്നു. അത് കൊറോസിൻ്റെ കിടിലം അസിസ്റ്റൻ്റ് ആയിരുന്നു. പെപ്രയുടെ ഗോൾ വന്നു. അപ്പോൾ തന്നെ ഉടൻ തന്നെ 61-ാം മിനിറ്റിൽ ഹിമനസിനെ അങ്ങോട്ട് കളിക്കളത്തിൽ വിട്ടു കോവിഫിന് പകരം. അപ്പോൾ തന്നെ ഹിമനസ് 73-ാം മിനിറ്റിൽ നോവയുടെ ഹെഡർ പാസിൽ ഹിമനസ് ഗോൾ അടിച്ചു. അങ്ങനെ മികച്ച തിരിച്ചുവരവ് തന്നെയാണ് ഹിമനസ് കാഴ്ചവെച്ചത്. ലൂണയുടെ ഒരു മികവും കൂടെ ഉണ്ട്. അവിടെ ഒരു കിടിലം ക്രോസ് ലൂണ ചെയ്തു. പിന്നെ ഒരു സെറ്റ് പീസ് വന്നു, ഫ്രീ കിക്ക് സിറ്റുവേഷൻ. ഡീഗോ മോറിസ് അടിച്ചു, പോസ്റ്റിലൊക്കെ ഇടിച്ച് വന്നു. പിന്നെ വീണ്ടും ഒരു ഷോട്ട് വരുന്നു, അത് ഗോൾ കീപ്പർ പഞ്ച് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് വരുന്നു. ഡോർലാൻഡ് ഗോമസ് ഗോൾ അടിച്ചു കയറ്റി. പിന്നെ കാർലോസ് ഡെൽഗാഡോയ്ക്ക് ഡബിൾ യെല്ലോ കാർഡ് കിട്ടി. പിന്നെ റെഡ് കാർഡും നേടിക്കൊണ്ട് ആൾ പുറത്തേക്ക് പോയി. ഒഡീഷ 10 പേരായിട്ട് ചുരുങ്ങി. കളിയുടെ അവസാന മിനിറ്റിൽ 95-ാം മിനിറ്റിൽ നോവ അടിച്ചത് റഹീം അലിയുടെ കാല് ഡിഫ്ലക്ഷനായി കയറിക്കൊണ്ട് ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കലൂർ വിട്ടിരിക്കുകയാണ്. എന്തായാലും മികച്ച ഒരു പ്രകടനം തന്നെയാണ് TG പുരുഷോത്തമൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നത്. തോമസ് തോർഷിനെയും കൂടി എടുത്തു പറയേണ്ടത് തൻ്റെ ആ ഒരു ഡിഫെൻസിങ് മെയിൻറ്റെയിനാണ്. പക്ഷേ ഈ കളിയിൽ 2 ഗോൾ വാങ്ങിയെങ്കിൽ പോലും 3 അടിക്കാൻ സാധിച്ചു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 16 കളിയിൽ നിന്ന് 8-ാം സ്ഥാനത്തിലേക്ക് പോയിട്ടുണ്ട്, 20 പോയിൻറ്റുമായി. എന്തായാലും മികച്ച സ്റ്റാർട്ടാണ് ഈ വർഷം തുടങ്ങിയതിൽ. കളിച്ച 2 കളിയും വിജയിച്ചു, മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ലൂണയും മികച്ച പ്രകടനം, കോർവസിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം, മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഓക്കെ, പെപ്ര ഇവിടെയൊക്കെ ചാൻസ് മിസ്സാക്കിയിരുന്നു, തൻ്റെ ഗോളിലേക്ക് തനിക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു മികവാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറി, മികച്ച ഒരു തുടക്കം തന്നെയാണ്. അടുത്ത നോർത്ത് ഈസ്റ്റുമായി ശനിയാഴ്ച കൊച്ചിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.